നമസ്തേ, ഞാൻ സുബീഷ്. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിൽ തീരാത്ത ദുരൂഹത, ഷോർട്ട് സർക്യൂട്ടിന് തെളിവ് കണ്ടെത്താനാകാത്ത, തീപിടുത്തമുണ്ടായ മുറിയിലെ കുപ്പികളിൽ മദ്യത്തിൻ്റെ അംശം കണ്ടെത്തിയ ഫോറൻസിക് റിപ്പോർട്ട് തള്ളി, ഫാനിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സ്ഥാപിച്ച് അന്വേഷണം എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ള തിടുക്കത്തിലാണ് അന്വേഷണ സംഘം. ഫോറൻസിക് റിപ്പോർട്ടിന് മുമ്പ് തയ്യാറാക്കിയ ഗ്രാഫിക്കൽ ചിത്രീകരണവും തങ്ങളുടെ കണ്ടെത്തലിനെ സാധൂകരിക്കാൻ പോലീസ് പുറത്തുവിട്ടു. അടഞ്ഞുകിടന്ന മുറിയിൽ ഫാൻ നിരന്തരമായി കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കോയിൽ ചൂടായി സ്പാർക്കുണ്ടായി എന്നാണ് പോലീസ് ഭാഷ്യം. ഫാനിലെ പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് തീപിടിച്ച് തീ ഫയലുകൾക്ക് മീതേക്ക് വീണു എന്ന പോലീസ് കണ്ടെത്തൽ പൂർണ്ണമായും തള്ളുന്നു ഫോറൻസിക് റിപ്പോർട്ട്. ഫാനിൻ്റെ ഉരുകിയതും തീപിടിച്ചതുമായ ഭാഗങ്ങളും മോട്ടോറും ഫോറൻസിക് ലാബ് നേരത്തെ പരിശോധിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഷോർട്ട് സർക്യൂട്ടിന് തെളിവില്ല എന്ന നിഗമനത്തിൽ ഫോറൻസിക് ലാബ് എത്തിയത് എന്നിരിക്കെ അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ് കാണിക്കുന്ന ഈ തിടുക്കം അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയും അന്വേഷണത്തിൽ സുതാര്യതയില്ല എന്ന BJPയുടെയും കോൺഗ്രസിൻ്റെയും ആരോപണം ശരിവെക്കുന്നതോ പോലീസ് നടപടി. ഒപ്പം 2 തവണ NIAയുടെയും 1 തവണ കസ്റ്റംസിൻ്റെയും ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനായ മന്ത്രി KT ജലീൽ ഇപ്പോഴും കുരുക്കിലും. മുറുകാത്ത കുരുക്ക് മുറുക്കി വെറുതെ സമയം കളയണ്ട എന്നും 1000 ഏജൻസികൾ 10,000 കൊല്ലം തപസ്സിരുന്ന് അന്വേഷിച്ചാലും തനിക്കെതിരെ ഒരു തെളിവും കണ്ടെത്താനാകില്ല എന്നും ഏതാണ്ട് ചോദ്യം ചെയ്യൽ പൂർത്തിയായ വേളയിൽ KT ജലീൽ FBയിൽ പോസ്റ്റിട്ടതിൻ്റെ വാസ്തവമെന്ത്, മിനിറ്റുകൾക്കകം തന്നെ പോസ്റ്റ് പിൻവലിക്കുകയും വീണ്ടും പോസ്റ്റുകയും ചെയ്തത് എന്തിന്? ജനം ഡിബേറ്റിൽ ഇന്ന് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, അഡ്വക്കേറ്റ് വിനോദ് സെൻ, അഡ്വക്കേറ്റ് ബലദേവ് എന്നിവർ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം അഡ്വക്കേറ്റ് വിനോദ് സെന്നിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് വിനോദ് സെൻ, ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ 2 തവണയാണ് NIAയുടെ ചോദ്യം ചെയ്യലുകൾക്ക് സംസ്ഥാനത്തെ ഒരു മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി KT ജലീൽ വിധേയനായത്. ഇന്ന് വീണ്ടും കസ്റ്റംസ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു. 6.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ ഏതാണ്ട് അവസാനിച്ച സന്ദർഭത്തിൽ അദ്ദേഹം FBയിൽ പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് മിനിറ്റുകൾക്കകം തന്നെ പിൻവലിക്കുന്നു, വീണ്ടും പോസ്റ്റുന്നു. ഏതാണ്ട് അദ്ദേഹം പറയുന്നത് ഇതൊരു വെല്ലുവിളിയുടെ ഭാഷയല്ല, അഹങ്കാരം കൊണ്ട് എഴുതിപ്പോകുന്നതല്ല എന്നൊക്കെയാണ്. പക്ഷേ അതങ്ങനെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ FB പോസ്റ്റിൻ്റെ ഒരു ലാംഗ്വേജ്. 1000 ഏജൻസികൾ 10,000 കൊല്ലം തപസ്സിരുന്ന് അന്വേഷിച്ചാലും സ്വർണ്ണക്കള്ളക്കടത്തിലോ ഏതെങ്കിലും സാമ്പത്തിക തട്ടിപ്പിലോ അഴിമതിയിലോ നാട്ടുകാരെ പറ്റിച്ച് ഷെയർ സ്വരൂപിച്ചു തുടങ്ങിയ ബിസിനസ് പൊളിഞ്ഞ കേസിലോ അവിഹിത സ്വത്ത് സമ്പാദനം നടത്തിയതിൻ്റെ പേരിലോ 10 പൈസ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിലോ എനിക്കെതിരെ സൂക്ഷ്മാണു വലിപ്പത്തിലുള്ള തെളിവ് പോലും കൊണ്ടുവരാൻ കഴിയില്ല. സത്യമേവ ജയതേ, ഈ ഉറപ്പാണ് എന്നെപ്പോലെ സാധാരണക്കാരനായ ഒരു പൊതുപ്രവർത്തകൻ്റെ എക്കാലത്തുമുള്ള ആത്മബലം. എൻ്റെ കഴുത്തിൽ കുരുക്ക് മുറുക്കി മുറുക്കി മുറുക്കുന്നവർ കുഴയുകയോ കയർ പൊട്ടുകയോ ചെയ്യും എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. ഇത് അഹങ്കാരമോ വെല്ലുവിളിയോ അല്ല, തെറ്റ് ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നുള്ള മനോധൈര്യമാണ്. 3-ാം തവണയും ചോദ്യം ചെയ്യൽ പൂർത്തീകരിക്കപ്പെട്ട് കസ്റ്റംസ് ഓഫീസിൽ നിന്നും മടങ്ങിയിരിക്കുന്നു മന്ത്രി. ആ മടക്കത്തിലൊരു ആത്മവിശ്വാസത്തിൻ്റെ ചിരിയുണ്ട്. ഇതൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ പിൻബലമായി തന്നെ വേണമോ പൊതുസമൂഹം സ്വീകരിക്കാൻ? അഡ്വക്കേറ്റ് വിനോദ് സെൻ. അല്ല, ഇത് നമ്മളിപ്പോൾ ജലീൽ സാഹിബിൻ്റെ അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത്. ആദരണീയനായ മന്ത്രിയുടെ ശൈലിയിൽ തന്നെ നമ്മൾ ഈ വിഷയത്തെ എടുക്കുകയാണെങ്കിൽ നോക്കൂ, അദ്ദേഹം നടത്തുന്ന ഈ നിർഭയമായ പോരാട്ടത്തിൻ്റെ അന്തസത്തയെ നമ്മൾ കാണാതെ പോകരുത്. കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾ കണ്ടിട്ടില്ലാത്ത ബിരിയാണി, ആ ബിരിയാണി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഈന്തപ്പഴം എന്ന് പറയുന്ന 1001 അറേബ്യൻ രാവുകളിൽ മാത്രം മലയാളി വായിച്ച് അറിഞ്ഞിട്ടുള്ള ഈന്തപ്പഴം ആദ്യമായിട്ട് കേരളത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ
തൻ്റെ മണ്ഡലത്തിലെ 300 ഇസ്ലാം മത വിശ്വാസികൾക്ക് ഖുർആൻ ഇതുവരെയ്ക്കും അവർ കണ്ടിട്ടില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആ 300 ഖുർആനും കൂടെ എത്തിക്കഴിഞ്ഞാൽ തൻ്റെ മണ്ഡലം സമ്പൂർണ്ണ വിശുദ്ധ മതഗ്രന്ഥ മണ്ഡലമായി പ്രഖ്യാപിക്കാം എന്ന ആത്മവിശ്വാസത്തോടും കൂടി അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ ഒരു വിപ്ലവ വീര്യം തുളുമ്പി നിൽക്കുന്ന പോരാട്ടത്തിൻ്റെ പരിണത ഫലമായിട്ട് സംഭവിക്കുന്നതാണ് ഈ എന്താ പറയേണ്ടത് വർഗീയത തുളുമ്പി നിൽക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തിനെ പോലൊരു പോരാളിയെ, അദ്ദേഹത്തിനെ പോലൊരു വീറുറ്റ പോരാളിയെ, മലയാളിയെ ബിരിയാണി കഴിപ്പിക്കാനും മലയാളിയെ ഈന്തപ്പഴം കാണിച്ച് കഴിപ്പിക്കുന്നതിനും മലയാളികളിൽ ഒരു ചെറിയ വിഭാഗത്തിന് വിശുദ്ധ ഗ്രന്ഥം എത്തിക്കുന്നതിനും വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെയും നിർദ്ദേശപ്രകാരം, പ്രത്യേകം പറയുകയാണെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശപ്രകാരം അദ്ദേഹം UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ പോരാട്ടം എന്ന് പറയുന്നത് മലയാളിയുടെ ഈ പറയുന്ന ബിരിയാണി കൊതിയും ഈന്തപ്പഴ കൊതിയും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളം ഈ വിഷയത്തെ അത്രയും ലളിതമായിട്ടല്ല കാണുന്നത്. മലയാളികളുടെ ഒരു മന്ത്രി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സംശയത്തിൻ്റെ മുൾമുനയിൽ അവർ അദ്ദേഹത്തെ നിർത്തുകയാണ്. ഈ സ്വർണം വന്ന വഴിയിലൂടെയാണോ മതഗ്രന്ഥം എന്ന പേരിൽ ഈ പറയുന്ന ബാഗേജുകൾ കേരളത്തിലേക്ക് വന്നത്? അങ്ങനെ ഈ ബാഗേജുകളിലാകെ മതഗ്രന്ഥമായിരുന്നുവെങ്കിൽ ആ മതഗ്രന്ഥത്തിൻ്റെ എണ്ണവും വന്ന ബാഗേജുകളുടെ തൂക്കവും തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ലല്ലോ. അപ്പോൾ ഈ പൊരുത്തക്കേടുകളുടെ വിവരമാണ് ആവർത്തിച്ച് മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയ, പ്രത്യേകിച്ച് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ എല്ലാ ആരോപണങ്ങളും അപ്രസക്തമായി പോകുന്നത് ഈ അന്വേഷണ ഏജൻസികളെ ആദരണീയനായ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയതാണ്. ആ വിളിച്ചു വരുത്തിയ അന്വേഷണ ഏജൻസികൾ ജലീൽ എന്ന് പറയുന്ന മന്ത്രിയെ ചോദ്യം ചെയ്യുന്നത്, അദ്ദേഹം ഡോക്ടറേറ്റ് ഉള്ള വ്യക്തിയും കൂടെയാണ്, അദ്ദേഹത്തിന് ഇതുവരെയ്ക്കും മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്ത് നിലനിന്നിരുന്ന നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് UAE കോൺസുലേറ്റുമായി അദ്ദേഹം ബന്ധം സ്ഥാപിച്ചത് ആദ്യമേ തെറ്റാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ അദ്ദേഹം വിദേശ രാജ്യത്ത് നിന്ന് ധനസഹായം നേടിയെടുത്തത് വലിയ തെറ്റാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അറിവോ അനുമതിയോ ഇല്ലാതെ അദ്ദേഹം വിദേശ രാജ്യത്ത് നിന്ന് സക്കാത്ത് എന്ന പേരിൽ നേടിയെടുത്ത ആനുകൂല്യങ്ങളെന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇനിയുമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള അനുമതികളുമില്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെ സിയാപ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വാഹനം ദുരുപയോഗം ചെയ്ത് മതഗ്രന്ഥങ്ങൾ എന്ന പേരിൽ ഇതുവരേക്കും അന്വേഷണ ഏജൻസികൾക്കും കേരളീയർക്കും കണ്ടെത്താൻ കഴിയാത്ത ബാഗേജുകൾ തൃശ്ശൂരിലെ ഇടപ്പാൾ വരെ GPS ഇട്ടും പിന്നെ ബാംഗ്ലൂർ വരെ GPS അടക്കം ഓഫ് ചെയ്തിട്ടും ഓടിച്ചത്. ഇതൊക്കെ നമ്മുടെ സാമാന്യ ബുദ്ധിക്കുള്ള നിയമബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഈ മന്ത്രി ഗുരുതരമായ തെറ്റ് ചെയ്തിരിക്കുന്നു. ആ തെറ്റ് ചെയ്തതിനെക്കുറിച്ചാണ് മന്ത്രിയെ നിരന്തരമായി അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുന്നത്. ഞാൻ സ്വർണ്ണക്കടത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് മന്ത്രി ആവർത്തിച്ചു പറയുമ്പോൾ ആദരണീയനായ മന്ത്രിയോട് അന്വേഷണ ഏജൻസികൾ 6 മണിക്കൂറിലധികം കസ്റ്റംസ് ചോദിച്ചിരിക്കാവുന്ന ചോദ്യം ഇതര അന്വേഷണ ഏജൻസികളോട് ഞാൻ 10 മണിക്ക് വരണോ വെളുപ്പാൻ രാവിലെ 5 മണിക്ക് വരണോ എന്ന് മന്ത്രി തന്നെ ചോദിച്ചതിൻ്റെ കാരണമായിട്ടുള്ള അന്വേഷണം എന്ന് പറയുന്നത് മന്ത്രി നടത്തിയിട്ടുള്ള ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ആ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ഓരോ മലയാളിക്കും, നിയമം അറിയുന്നവർക്കും നിയമം അറിയാത്തവർക്കും ഉത്തമ ബോധ്യം ഉണ്ട്. ഏത് നിയമം അനുശാസിച്ചിട്ടാണ് മന്ത്രി കോൺസുലേറ്റ് ലേഡിയുമായിട്ടും കോൺസുലേറ്റുമായിട്ടും നിരന്തരമായി ബന്ധപ്പെട്ടത്? കോൺസുലേറ്റുമായി ഒരു മന്ത്രിക്ക് ഈ പറയുന്ന രീതിയിലുള്ള 3 തരത്തിലുള്ള ഇടപാടുകൾക്കും മന്ത്രി എന്ന മേൽവിലാസത്തിൽ KT ജലീലിന് ഒരു ഇടപാട് നടത്തണമെങ്കിൽ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണമെന്ന് ഇന്ത്യയിലെ നിയമങ്ങൾ അനുശാസിക്കുന്നു. ആ നിയമവിരുദ്ധ പ്രവർത്തനം അത് ജലീൽ എന്ന് പറയുന്ന മനുഷ്യൻ മന്ത്രി എന്ന പരിരക്ഷ ഉപയോഗിച്ചു മാത്രമാണ് ഇത്രയും ദിവസം കേസിൽ പ്രതിയാകാതെ നിൽക്കുന്നത്. സാധാരണ KT ജലീലാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ
ഇതിനു മുൻപേ അദ്ദേഹം അറസ്റ്റിന് വിധേയനാകുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അദ്ദേഹം ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനത്തിന് കേസിൽ പ്രതിയാകുമായിരുന്നു എന്ന താങ്കൾ പറയാൻ ശ്രമിക്കുന്നത് മന്ത്രി എന്ന ഒരു ഔദ്യോഗിക പദവിയുടെ പരിരക്ഷ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് അറസ്റ്റ് എന്ന ഒരു നടപടിക്രമം വൈകുന്നത് എന്നാണല്ലോ, അല്ലേ? അതെ അതെ, അതിനകത്ത് ഒരേ ഒരു കാര്യം മാത്രമാണ്. നോക്കൂ, ജലീലിന് വേണ്ടി അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വരുമ്പോൾ ശിവശങ്കരൻ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥന്റെ അറസ്റ്റിന്റെ തൊട്ടു മുന്നിലത്തെ ദിവസം വരെ നിഷ്കളങ്കനായ ശിവശങ്കരനെ ഇത്ര ദിവസവും ചോദ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ കോൺഗ്രസേ? നിങ്ങൾ BJPയുമായിട്ട് ചേർന്ന് ഒരു നിഷ്കളങ്കനായ കാര്യപ്രാപ്തിയുള്ള IAS ഉദ്യോഗസ്ഥനെ തകർക്കാൻ നോക്കുകയല്ലേ എന്ന് ചോദിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചാനൽ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള ഏകദേശം വക്താക്കളുടെയും ഒരു ആത്മവിശ്വാസത്തെ നമ്മൾ ഈ വേളയിൽ പ്രത്യേകിച്ച് ഓർമ്മിക്കണം. ഗുരുതരമായ ചട്ടലംഘനം ജലീൽ നടത്തി കഴിഞ്ഞു. KT ജലീലിനെ സംരക്ഷിച്ചു നിർത്തുന്നത് സംസ്ഥാനത്തിലെ ഒരു മന്ത്രിയാണ് എന്നുള്ള പരിരക്ഷ മാത്രമാണ് ജലീലിനെ സംരക്ഷിക്കുന്നത്. അതാണ് കോൺഗ്രസിന്റെ വാദം. കോൺഗ്രസും BJPയും ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ അഡ്വക്കേറ്റ് ബൽദേവിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ബൽദേവ്, നമുക്ക് അറിയാമല്ലോ KT ജലീൽ എങ്ങനെയാണ് കഴിഞ്ഞ 2 തവണയും ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനായത് എന്ന്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം മറ്റൊരു വ്യക്തിയുടെ വീട്ടുവളപ്പിൽ കൊണ്ടുപോയിടുന്നു. അവിടെ നിന്നും സ്വകാര്യ വാഹനത്തിൽ ചോദ്യം ചെയ്യലിന് പോകാൻ ശ്രമിക്കുന്നു. മാധ്യമങ്ങൾ അത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ 2 തവണയും പരസ്യമായി അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കാത്ത മന്ത്രി തലയിൽ മുണ്ടിട്ട് ചോദ്യം ചെയ്യലിന് പോവുകയായിരുന്നു എന്നാണ് അന്ന് BJPയും കോൺഗ്രസും പറഞ്ഞത്. ആ രീതിയിൽ ചോദ്യം ചെയ്യലിന് നേരിട്ട മന്ത്രി ഇന്നിപ്പോൾ നമുക്ക് നേരത്തെ തന്നെ അറിയാം തിങ്കളാഴ്ച കസ്റ്റംസ് ഓഫീസിൽ ഹാജരായേ പറ്റൂ KT ജലീലിന് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ മന്ത്രി ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു. ഇപ്പോഴും 3 തവണ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനായപ്പോഴും അന്വേഷണ ഏജൻസികളുടെ സംശയങ്ങൾ തീരുന്നില്ല. സംശയ നിഴലിൽ തന്നെയാണ് മന്ത്രി KT ജലീൽ. ഇവിടെ ഇപ്പോൾ അഡ്വക്കേറ്റ് വിനോദ് പറയുന്നു, മന്ത്രി എന്ന ഔദ്യോഗിക പദവിയുടെ നിയമപരമായ പരിരക്ഷ ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ മന്ത്രി KT ജലീലിൻ്റെ അറസ്റ്റ് സംഭവിച്ചേനെ എന്ന്. എന്താണ് വിശ്വസിക്കേണ്ടത്? ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൻ്റെ അന്തിമഘട്ടത്തിൽ അദ്ദേഹം ഒരു FB പോസ്റ്റ് കൂടി പുറത്തിറക്കുന്നു. അത് അപ്പോൾ തന്നെ പിൻവലിക്കുന്നു, വീണ്ടും പോസ്റ്റുന്നു. അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു അഹങ്കരിക്കലല്ല, വെല്ലുവിളിക്കലല്ല. പക്ഷേ അതിൻ്റെ ഒരു ലാംഗ്വേജ് നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ എൻ്റെ കഴുത്തിൽ കുരുക്ക് മുറുക്കുന്നവർ കുഴയുകയോ കയർ പൊട്ടുകയോ ചെയ്യും എന്നല്ലാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് മന്ത്രി പറയുമ്പോൾ, മന്ത്രിയല്ല മന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകേണ്ടത്, അന്വേഷണ ഏജൻസികൾ ആണ്. ആ ഒരു ഉത്തമ ബോധ്യം, തെറ്റുകാരനല്ല എന്ന ബോധ്യപ്പെടുത്തൽ ആദ്യം അന്വേഷണ ഏജൻസികൾക്കാണ് വേണ്ടത്. അതിനു മുമ്പ് മന്ത്രി അപ്രകാരം ഒരു തീർപ്പ് കൽപ്പിക്കലിന് ശ്രമിക്കുന്നത് എന്തിനാണ്? തെറ്റ് ചെയ്യാത്തവർക്ക് തെറ്റ് ചെയ്തില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഏത് അന്വേഷണം വന്നാലും എന്നെ അറസ്റ്റ് ചെയ്യാനോ ശിക്ഷിക്കാനോ കഴിയില്ല എന്നുള്ള പരിപൂർണ ബോധ്യം ഉണ്ടാവും. ഒരുപക്ഷെ ആ ഒരു ബോധ്യമായിരിക്കണം അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ഇടിച്ചത്. ആ FB പോസ്റ്റിന്റെ അടിസ്ഥാനം തന്നെ അദ്ദേഹം പറയുന്നത് തന്നെ, ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ഇപ്പൊ നിരവധി പ്രാവശ്യം ചോദ്യം ചെയ്തു. ഇന്ന് ഏതാണ്ട് 6 മണി വരെ ചോദ്യം ചെയ്തുകൊണ്ട്. അപ്പൊ ഈ ചോദ്യം ചെയ്തുള്ള ഇതിനകത്ത് 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഒരിക്കലും ഔദ്യോഗിക വാഹനങ്ങളിൽ പോകണമെന്നില്ല. അനൗദ്യോഗിക യാത്രയ്ക്ക് അനൗദ്യോഗിക വാഹനം തന്നെയാകാം. ഔദ്യോഗിക വാഹനത്തിൽ പോകാത്തത് കൊണ്ട് അതൊരു തെറ്റാണെന്നല്ല, ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. കാര്യം മന്ത്രിമാരെപ്പോഴും അവരുടെ വാഹനങ്ങൾ ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ചട്ടം. അല്ലാതെയുള്ള കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാനേ പാടില്ല എന്നാണ്. പക്ഷെ പലപ്പോഴും അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും BJP ആയാലും മന്ത്രിമാരെല്ലാവരും മന്ത്രിയായി കഴിഞ്ഞാൽ ചെയർമാൻമാരും എല്ലാം സകല സമയം അവരുടെ ഔദ്യോഗിക വാഹനങ്ങൾ ഉപയോഗിക്കും. അത് പ്രത്യേകം വാഹനം ഉപയോഗിക്കുന്ന പ്രത്യേക ലോഗ് അതിന്റെ ഔദ്യോഗിക കാര്യങ്ങൾ പ്രത്യേകം അതിനകത്ത് തുടങ്ങുന്ന സമയം അവസാനിക്കുന്ന സമയം കിലോമീറ്റർ ഇതെല്ലാം രേഖപ്പെടുത്തി അതിന്റെ കസ്റ്റഡിയിൽ ഒപ്പിട്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഔദ്യോഗിക. ഇത് തീർച്ചയായിട്ടും അനൗദ്യോഗികമാണ്. അതുകൊണ്ട് അദ്ദേഹം വേറെ വാഹനം ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ചോദ്യം ചെയ്യുന്ന കാര്യം പറഞ്ഞു, എത്രയോ പ്രാവശ്യം ചോദ്യം ചെയ്തിട്ട് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ കുറ്റക്കാരനാണെങ്കിൽ എന്നെ ശിക്ഷിക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈന്തപ്പഴത്തിന്റെ കാര്യവും ബിരിയാണിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ കേരളത്തിൽ വിദേശത്ത് നിന്ന്, വിശേഷിച്ച് മറ്റേ ദുബൈ പോലുള്ള രാജ്യം, അബുദാബി പോലുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഖുർആൻ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നിരവധി സാമ്പത്തിക സോഴ്സ്. ഇപ്പൊ തന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടല്ലോ, ബിലീവേഴ്സ് ചർച്ചിന് വിദേശത്ത് നിന്ന് കഴിഞ്ഞ 2 വർഷമായിട്ട് 6000 കോടി രൂപയുടെ നമ്മുടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ലംഘിച്ചുകൊണ്ട് വന്നിരിക്കുന്നു.
അപ്പൊ ഇന്ത്യയിൽ ഏകദേശം 3 ലക്ഷത്തിൽ ചെല്ലുവാനും നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ വിദേശത്തു നിന്നും ഇങ്ങനെ പണം സ്വീകരിക്കുന്നതാണ് കണക്ക്. ഇവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നത്. അതിനുശേഷം അത് അമെന്റ് ചെയ്തു കർശനമായിട്ട്. പക്ഷെ ഇപ്പോഴും കേന്ദ്രത്തിൽ തന്നെ ഒരു മന്ത്രി തന്നെ പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റിൽ തന്നെ അനുവാദമില്ലാതെ കേന്ദ്രത്തിൽ തന്നെ പല സ്ഥാപനങ്ങളും ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്, അതിന്റെ കണക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള നിരവധി സംഘടനകൾ കേരളത്തിൽ തന്നെ അമൃതാനന്ദമയി മഠം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ വളരെയധികം സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മഠങ്ങളും സർവീസ് സംഘടനകളും സൊസൈറ്റികളും ചാരിറ്റി പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ലംഘിച്ചാണ് അവർ നിയമത്തെ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല എന്ന് വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷെ ഈ നിയമലംഘനം നടത്തിക്കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ കേരളത്തിൽ പണ്ട് മുതലാതെ ഇടതുപക്ഷം ഭരിച്ചാലും UDF ഭരിച്ചിട്ടുള്ളപ്പോഴും ഇവരുടെ ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് ബോസ് പറഞ്ഞതുപോലെ ഇവര് പല വിനോദൻ പറഞ്ഞതുപോലെ പലപ്പോഴും ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈത്തപ്പഴവും പുസ്തകവും ഖുറാനും ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ മാത്രം അത് പ്രത്യേകിച്ച് രീതിയിൽ അന്വേഷണ ഏജൻസി വന്നെടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്, ഇത് കാലാകാലങ്ങളിൽ നടത്തുകൊണ്ടിരിക്കുന്നു, തെറ്റാണ് എന്ന് ഞാനും അംഗീകരിക്കും, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ആ അന്വേഷണ ഏജൻസികളുടെ ഒരു ദുരുദ്ദേശത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അല്ല, തെറ്റാണെങ്കിൽ അഡ്വക്കേറ്റ് ബലദേവ് അത് അന്വേഷിക്കുന്നതിൽ എന്താണ് കുഴപ്പം? അത് അപ്പുറത്ത് മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും കുഴപ്പമില്ല, കസ്റ്റംസ് അന്വേഷിക്കട്ടെ. ഒരു വിരോധമില്ല. അതല്ലേ കേരള മുഖ്യമന്ത്രി തന്നെയാണല്ലോ, നിങ്ങൾ തന്നെ പറഞ്ഞില്ല, മുഖ്യമന്ത്രി തന്നെയാണല്ലോ ഈ അന്വേഷണ ഏജൻസികളെ വിളിച്ചു വരുത്തിയത്. ഈ തെറ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം, അതിന് മാതൃകപരമായി. പക്ഷെ ആ അന്വേഷണത്തിന്റെ പാത അത് യഥാർത്ഥ ദിശാബോധത്തിലല്ല നടക്കുന്നത് എന്ന കാഴ്ചപ്പാടിലാണ്. അത് വ്യതിയാനം ചെയ്യുകയും അല്ല, അതെന്തുകൊണ്ടാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രം അങ്ങനെ ഒരു കണ്ടെത്തൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നും എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നതാണ് സംശയം. തീർച്ചയായിട്ടും ഞാൻ പറയാം. ഇപ്പോൾ തന്നെ നമ്മൾ ലൈഫ് മിഷന്റെ കാര്യമാണല്ലോ ഈ പ്രശ്നമുണ്ടായത്. ലൈഫ് മിഷനിൽ നടന്ന സംഭവം എന്താ? ലൈഫ് മിഷനിൽ ആദ്യം എഗ്രിമെന്റ് വെച്ചത് ഗവൺമെന്റും റെഡ് ക്രസന്റ് എന്ന കമ്പനി, അതിനെ നമ്മൾ ചർച്ച ചെയ്തെങ്കിലും ഞാൻ പറയുന്നു, റെഡ് ക്രസന്റുമായിട്ട് എഗ്രിമെന്റ് ചെയ്തു. അതിനുശേഷം ഈ UAE കൗൺസിൽ എന്ന് പറയുന്ന രാജ്യമാണ്, ആ രാജ്യത്ത് തന്നെയാണ് കൗൺസിൽ എന്ന് പറയുന്നത്, അതിന്റെ റെപ്രസെന്റേഷൻ ആണ്. അവര് യുണിടാക് എന്ന കമ്പനിക്ക് പണം കൊടുത്തു, അതിനകത്ത് 20 കോടി രൂപ 4 കോടി രൂപ അഴിമതി വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ED-ക്കകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED എന്ന നിലവിലായിരിക്കുന്ന 1966 തോന്നുന്നു. അത് വർക്ക് ചെയ്യുന്ന പ്രധാനമായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, അതുപോലെ തന്നെ മണി ലോണ്ടറിംഗ് ആക്ട്, ഈ 2 ആക്ടിനെ ബേസ് ചെയ്താണ് ED പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ CBI ED തമ്മിലുള്ള വ്യത്യാസം, CBIക്ക് സംസ്ഥാന ഗവൺമെന്റ് അനുമതി വേണം, ED-ക്ക് അനുമതി വേണ്ട. ED-ക്ക് എവിടെയും അന്വേഷിക്കാം. ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എവിടെയെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാം, മണി ലോണ്ടറിംഗ് ആക്ടിൽ. പക്ഷേ അതിനകത്ത് മിനിമം ഒരു എമൗണ്ട് പറയുന്നത് 10 കോടി രൂപയിൽ കൂടുതലുള്ള കേസുകളാണ് അവർ അന്വേഷിക്കുന്നത്. ഇവിടെ ലൈഫ് മിഷൻ 20 കോടി രൂപ കൊടുത്തു, അതോട് നിൽക്കട്ടെ, അതിന്റെ 4 കോടി രൂപ അഴിമതി വാങ്ങിച്ചു. പക്ഷേ ഈ അഴിമതിയിലൊന്നും കൊടുത്ത ആള് സന്തോഷ് ഈപ്പൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഗവൺമെന്റിന്റെ ആരെങ്കിലും പൈസ കൊടുത്തായിട്ട്. അദ്ദേഹം പറഞ്ഞ് ഇറാഖ് പോലെ വാങ്ങിച്ചുകൊണ്ട് 2.5 കോടി സ്വപ്നയും സാന്ദീപിനെയും കൊടുത്തു. അവരിലേക്ക് അന്വേഷണം പോയിക്കോട്ടെ, അല്ലെങ്കിൽ ശിവശങ്കരെ വാങ്ങിച്ചിട്ടുണ്ട്, ശിവശങ്കറിലേക്ക് പോകട്ടെ. പക്ഷെ അത് മാറി നിന്നുകൊണ്ട് CBIയും മറ്റ് അന്വേഷണ ഏജൻസികളും ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുക. ലൈഫ് മിഷൻ എന്ന് പറയുമ്പോൾ 2,50,000 വീട്. ലൈഫ് മിഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അപ്പോൾ അതിൽ വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ മാത്രമാണ് അഴിമതി ആരോപിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിലും ഇതിലെല്ലാം M ശിവശങ്കറിന് പങ്കുണ്ട് എന്നിരിക്കെ M ശിവശങ്കർ ഇടപെട്ട മുഴുവൻ പദ്ധതികളുടെയും ഫയലുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് K-ഫോൺ, ഡൗൺ ടൗൺ, സ്മാർട്ട് സിറ്റി അടക്കമുള്ള പദ്ധതികളുടെ ഫയലുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാർ കീഴിൽ തന്നെ ഇപ്പോൾ ഈ ഫയലുകൾ കത്തിയ സംഭവത്തിൽ, സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ കത്തിയ സംഭവത്തിൽ അത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള അന്വേഷണമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പോലും 2 തട്ടിലാണല്ലോ അല്ലെ? ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഷോർട്ട് സർക്യൂട്ടിന് തെളിവില്ല എന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും സംശയമുണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇടയ്ക്ക് വെച്ചിട്ട് സുധീഷ് പറഞ്ഞതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, K-ഫോൺ. അതിനെക്കുറിച്ച് ഒരു ചാനലിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, ഒരു കേരളത്തിലെ റേറ്റിംഗ് ഉള്ള ഒരു ചാനലിന് റിപ്പോർട്ട് 2500 കോടി രൂപയാണ് കേരളത്തിലെ പല ഈ മൊബൈൽ ഓപ്പറേറ്റേഴ്സ്, വോഡാഫോണും ഐഡിയയും ജിയോയും എല്ലാം കൂടെ 2500 കോടി രൂപ കേരളത്തിൽ നിന്ന് മറ്റ് ഈ ഏജൻസികൾക്ക് 3-4 ഏജൻസികൾക്കായിട്ട് കിട്ടും. K-ഫോൺ നടപ്പിലാക്കിയാൽ അത് 1000 കോടി രൂപയായിട്ടുണ്ട്. ഇത് ഗവൺമെന്റിന്റെ റിപ്പോർട്ടല്ല, ഒരു ചാനൽ ഒരു പക്ഷേ സുധീഷിനുണ്ടാകും. 1500 കോടി രൂപ വോഡാഫോൺ, ജിയോ പോലെയുള്ള ഈ കമ്പനികൾക്ക് നഷ്ടം വരും. കാര്യം 25 ലക്ഷം കുടുംബങ്ങൾക്കാണ്
കെ ഫോൺ പദ്ധതി ചെല്ലുന്നത്. ഗവൺമെന്റിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റിലൊന്നാണ് കെ ഫോൺ. അത് അട്ടിമറിക്കാൻ വരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കെ ഫോൺ പദ്ധതി അട്ടിമറിക്കുക. അല്ല, നമ്മൾ അങ്ങനെയല്ല ആ വിഷയത്തെ കാണേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിക്കെതിരെയല്ല അന്വേഷണം, ലൈഫ് മിഷൻ പദ്ധതിക്കെതിരെയല്ല, അതിൽ അഴിമതി ഉണ്ട് എന്നാരോപിച്ചുകൊണ്ട് BJPയും കോൺഗ്രസും സമരത്തിലേക്ക് ഇറങ്ങുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണത്തിൽ അപാകതയുണ്ട്, സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്നാണ് അവരുടെ ആരോപണം. അത് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് പോലും സ്ഥിരീകരിച്ചിട്ടുള്ള സത്യവുമാണ്. സമാനമായ ഇപ്പോൾ കെ ഫോണിന്റെ കാര്യം താങ്കൾ പറയുന്നു. കെ ഫോണിനെ അല്ല എതിർക്കുന്നത്. കെ ഫോൺ ശരി, സ്വാഗതാർഹമായ പദ്ധതിയാണ്. പക്ഷേ കെ ഫോണിന്റെ മറവിൽ എം ശിവശങ്കർ ഉൾപ്പെട്ട ഗ്രൂപ്പ് അഴിമതി നടത്തിയിട്ടുണ്ടോ? അതാണ് പരിശോധിക്കേണ്ടത്. പരിശോധിക്കട്ടെ. ഗവൺമെന്റ് കൈരളി ചാനൽ തന്നെയാണല്ലോ ആദ്യമായിട്ട് പുറത്തുവിട്ടത്. അങ്ങനെയാണെങ്കിൽ അല്ല, നമ്മൾ രണ്ടുപേരും എത്തിച്ചേരുന്ന പോയിന്റ് ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് കെ ഫോൺ പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ദുരുദ്ദേശപരമായ അന്വേഷണമല്ല. കെ ഫോൺ പദ്ധതിയല്ല, കേരളത്തിൽ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം എല്ലാ പദ്ധതികളെയും അട്ടിമറിക്കാൻ. ലൈഫ് മിഷൻ എന്ന് പറയാൻ 4 ലക്ഷം പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കാൻ 2.5 ലക്ഷം. അവിടെയാണ് അഡ്വക്കേറ്റ് ബലദേവ് എനിക്ക് താങ്കളുമായി വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടി വരുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ലൈഫ് മിഷൻ പദ്ധതി മുഴുവൻ ഇവിടെ സമഗ്രമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുകയല്ല. വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണത്തിലുണ്ടായ സാമ്പത്തിക ക്രമക്കേടാണ് പരിശോധിക്കുന്നത്. അതിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ ഏജൻസി കൂടിയാണ്. വിജിലൻസ് അക്കാര്യത്തിൽ എം ശിവശങ്കറിനെ പ്രതിയാക്കിയിരിക്കുന്നു. ആയിക്കോട്ടെ, ഞങ്ങൾ പറഞ്ഞല്ലോ ലൈഫ് മിഷനിൽ അന്വേഷിക്കുമ്പോൾ ശിവശങ്കറിന്റെ പ്രതിയൊക്കെ സംസ്ഥാന ഗവൺമെന്റ് അയാളെ 5ാം പ്രതിയാക്കിയല്ലോ വിജിലൻസ് അന്വേഷണത്തിൽ. അപ്പൊ അതിനൊന്നും ഞങ്ങൾ വിരോധമല്ല. പക്ഷെ അതിന്റെ മറവിൽ ഈ ഗവൺമെന്റിന്റെ പല പ്രോജക്റ്റുകളും കെ ഫോണിലേക്ക് പോകുന്നു. എന്തിനാ കെ ഫോൺ പദ്ധതി നടപ്പിലാക്കാതിരിക്കുക? അല്ല, ലൈഫ് മിഷൻ പദ്ധതി നടപ്പാകാതിരിക്കാൻ വേണ്ടിയല്ല വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണത്തെ കുറിച്ച് അന്വേഷിക്കുന്നത്. സമാനമായ അവസ്ഥയാണ് കെ ഫോണിലുമുള്ളത്. കെ ഫോൺ പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടിയല്ല. കെ ഫോൺ പദ്ധതിയുടെ മറപ്പിൽ എം ശിവശങ്കർ അടക്കമുള്ള സംഘം സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ടോ എന്നതു മാത്രം പരിശോധിക്കുമ്പോൾ അത് കെ ഫോൺ പദ്ധതിക്കെതിരായ അല്ലെങ്കിൽ കെ ഫോൺ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയായി എന്തിനാണ് ഇടതുപക്ഷം വ്യാഖ്യാനിക്കുന്നത്? അല്ലല്ല സുധീഷ്, ആ ഭാഗത്തുള്ള അറിവ് തെറ്റാണ്. കെ ഫോൺ പദ്ധതി നടപ്പിലാക്കിയാൽ കേന്ദ്ര ഗവൺമെന്റിന് അവസാനം പാടുന്ന ജിയോ പോലെയുള്ള കമ്പനിക്ക് 1000 കോടി രൂപ ഈ കൊച്ചു കേരളം 1-2 1500 കോടി രൂപയാണ് ഈ 3-4 കമ്പനിക്കായിട്ട് നഷ്ടപ്പെടുന്നത്. കേരളം പോലുള്ള കൊച്ചു 25 ലക്ഷം ഉപഭോക്താക്കൾ മാറും. അതാണ് അഡ്വക്കേറ്റ് ബലദേവിന്റെ അലിഗേഷനെങ്കിൽ അഡ്വക്കേറ്റ് ബലദേവിന്റെ അലിഗേഷനെങ്കിൽ തീർച്ചയായും അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബുവിന് അക്കാര്യത്തിൽ മറുപടി നൽകാനുണ്ടാകും. അപ്രകാരം ജിയോ അടക്കമുള്ള കമ്പനികൾക്ക് രാജ്യത്ത് തീറെഴുതി കൊടുക്കാൻ വേണ്ടിയാണോ, സംസ്ഥാനത്ത് തീറെഴുതി കൊടുക്കാൻ വേണ്ടിയാണോ, കെ ഫോൺ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടിയാണോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നത് എന്ന ചോദ്യത്തിന് തീർച്ചയായും സ്വാഭാവികമായും അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബുവിന് മറുപടി ഉണ്ടാകും. അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, ഇവിടെ മന്ത്രി KT ജലീൽ കുറ്റവിമുക്തനല്ല, കുറ്റക്കാരനാണ് എന്നും ഈ നിമിഷം വരെ അന്വേഷണ ഏജൻസികൾ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ചോദ്യം ചെയ്യലുകൾ ഇനിയും നേരിടേണ്ടി വന്നേക്കാം സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക്. സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗം ഓഫീസിലെ ഫയലുകൾക്ക് ആരെങ്കിലും തീ കത്തിച്ചതാണോ അല്ലെങ്കിൽ കത്തിയതാണോ? അക്കാര്യത്തിലും സംസ്ഥാനത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ, ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും 2 തട്ടിലാണ്. അവിടെയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൺക്ലൂഷൻ എത്തിച്ചേരേണ്ടതുണ്ട്. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ്, അതെല്ലാം നമുക്ക് പരിശോധിക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കെ ഫോൺ അടക്കമുള്ള പദ്ധതികളിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നീളുന്നതിന് പിറകിൽ കേന്ദ്ര സർക്കാരിൻ്റെ ദുരുദ്ദേശപരമായ ചില താല്പര്യങ്ങൾ ഉണ്ട് എന്ന അഡ്വക്കേറ്റ് ബലദേവിൻ്റെ ആരോപണത്തിനുള്ള മറുപടി ആദ്യം. എൻ്റെ സുബീഷ്, ബൽദേവിന് അങ്ങനെ തന്നെ പറയാൻ സാധിക്കുള്ളൂ. ബൽദേവിന് ഒരു കാരണവശാലും ഈ പദ്ധതിയിൽ എൻ്റെ സർക്കാർ, ബൽദേവിൻ്റെ മുന്നണീൻ്റെ സർക്കാർ കട്ടു അല്ലെങ്കിൽ അതിനകത്ത് കോടിക്കണക്കിന് രൂപ കാണാനില്ല എന്നൊന്നും ബൽദേവിന് പറയാൻ പറ്റില്ലല്ലോ. ബൽദേവ് ആ ഭാഗം ന്യായീകരിക്കാൻ വന്ന ആളല്ലേ.
പക്ഷെ സുധീഷ്, പൊതുസമൂഹത്തിനും ഈ കേൾക്കുന്ന പ്രേക്ഷകനും മനസ്സിലാക്കാനുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയാം. കെ ഫോൺ പദ്ധതി ആയിക്കോട്ടെ, ലൈഫ് മിഷൻ പദ്ധതി ആയിക്കോട്ടെ, എൻ്റെ പൊന്നു ബൽദേവേ, ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ പദ്ധതിക്കെതിരല്ല കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാർ നയങ്ങളും. ഞങ്ങളുടെ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള BJP വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിനകത്തും അതുപോലെ തന്നെ ദേശീയ തലത്തിലും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതികളുടെ 1% പദ്ധതിയിലെങ്കിലും നിങ്ങൾ കേരളത്തിൽ ഒരു സംസ്ഥാനം എന്ന രീതിയിൽ കൊണ്ടുവരും. 2, ആ പദ്ധതിയുടെ പേര് മാറ്റി ആൾമാറാട്ട കച്ചവടം നടത്തുകയാണ് 4.5 കൊല്ലമായിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചു. പക്ഷേ ഈ പദ്ധതിക്കെതിരല്ല സുബീഷ് നമ്മൾ. കെ ഫോൺ ആയിക്കോട്ടെ, ലൈഫ് മിഷൻ ആയിക്കോട്ടെ, ഇനി ഇവരൊരു ലോഡ് കണക്കിന് പദ്ധതി കൊണ്ടുവന്നാലും കേരള ജനതയ്ക്ക് ഗുണകരമായ പദ്ധതിയാണ് എങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ ആ പദ്ധതിയുടെ പേരും പറഞ്ഞൊരു മുഖ്യമന്ത്രിയും കൂടെയുള്ള മറ്റു മന്ത്രിമാരും അവരുടെ കൂട്ടുകുടുംബങ്ങളും അവരുടെ മക്കളും മരുമക്കളും ഒക്കെ കൂടി കൈയിട്ട് വാരി കട്ടുമുടിച്ച് ഈ നാടിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു തരം കള്ള നാടാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രവണതയെ നമ്മൾ ചോദ്യം ചെയ്യും. കാരണം കെ ഫോൺ പദ്ധതി ആയിക്കോട്ടെ, ലൈഫ് മിഷൻ പദ്ധതി ആയിക്കോട്ടെ, ഇവർ പ്രഖ്യാപിക്കപ്പെടുന്ന സകലവിധ പദ്ധതികളുടെ പുറകിലും കോടാനുകോടി രൂപയുടെ അഴിമതി ഉണ്ടാവുക, അതിനൊരു മകളുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനി നേതൃത്വം കൊടുക്കുക, അതിന് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു കമ്പനി രൂപീകരിക്കപ്പെടുക, അത് ബാംഗ്ലൂരിൽ വേറെ പേരിൽ രൂപീകരിക്കുക, അതിന് 20% മാത്രം കോർപ്പറേറ്റ് സ്ഥാപനത്തിന് കൊടുക്കുക, ബാക്കി 80% ഒരു ജിയോ ഇറക്കുക. അത് ഇപ്പൊ ചോദ്യം ചെയ്ത ആ സഹോദരനെ കൊണ്ട്, മന്ത്രിയുണ്ടല്ലോ, ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വാറോലിട്ട മന്ത്രി, ആ മന്ത്രിന്റെ ജിയോ ഇറക്കുക, എല്ലാ സ്കൂളുകളിലും ഇന്ന സാധനം വാങ്ങിക്കണം. ആ വാങ്ങിക്കുന്ന ആരുടെ കമ്പനിയാ? മുഖ്യമന്ത്രിയുടെ മകൾക്ക് പങ്കാളിത്തമുള്ള ശിവശങ്കരൻ യാദവൻ എന്ന് പറയുന്ന പേരുള്ള ബാംഗ്ലൂർ കമ്പനിക്ക്. എന്ന് പറഞ്ഞാൽ 80% കോടാനുകോടി രൂപയുടെ സംഭവങ്ങൾ മുഴുവൻ അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിക്കുക, അതിനകത്ത് കോടികളുടെ കച്ചവടം നടത്തുക, അതിനകത്ത് കൈക്കൂലി വാങ്ങിക്കുക, അതിനകത്ത് കള്ളപ്പണം ഉണ്ടാക്കുക, അതിനകത്ത് കള്ളത്തരം കാണിക്കുക. ഇതിനെയൊക്കെ പദ്ധതികളെ അട്ടിമറിക്കുന്നു എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നതെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അത് അട്ടിമറിക്കുന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനും അത് അന്വേഷിക്കാനും അത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനും കേന്ദ്ര സർക്കാരും അതിന് പ്രതിജ്ഞാബദ്ധമാണ്. കേരളത്തിനകത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ ഒരു സംശയവും വേണ്ട, BJP പരിപൂർണമായിട്ട് മുന്നിൽ നിൽക്കും. പിന്നെ നേരത്തെ ബൽദേവും മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞ KT ജലീൽ എന്ന് പറയുന്ന വിശുദ്ധ ഹൃദയത്തെക്കുറിച്ച് സംസാരിച്ചല്ലോ. എൻ്റെ സുബീഷെ, നമ്മൾ നാളെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയല്ലേ. നമ്മൾ കുറച്ച് നാൾ മുൻപ് ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിന് വേണ്ടി ഈ ഇന്ത്യ മഹാരാജ്യത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ മന്ത്രിയാണ് അപേക്ഷ കൊടുത്തത്. ആരാന്നറിയാമോ? KT ജലീൽ. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്തിനായിരുന്നു ഒരു മന്ത്രി പ്രത്യേകതായ രീതിയിൽ ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിന് വേണ്ടിയിട്ട് കൊടുത്തത്? ഒരു ഗ്രീൻ ചാനൽ എൻട്രി അദ്ദേഹം ആഗ്രഹിച്ചത്. എന്തിനായിരുന്നു അദ്ദേഹത്തിന്റെ അപേക്ഷ അവിടെ ഉണ്ടായിരുന്നത്? അപേക്ഷ കേന്ദ്ര സർക്കാർ അങ്ങ് മാറ്റിവെച്ചു. പക്ഷേ അത് വലിയ ചർച്ചയായിരുന്നല്ലോ, മാധ്യമങ്ങൾ ചർച്ച ചെയ്തല്ലോ. ഒരു മന്ത്രിയുടെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിന്റെ അപേക്ഷയെ ഒരു രാഷ്ട്രീയവൽക്കരണത്തിന്റെ ഭാഗമായി മാറ്റിവെച്ചിരിക്കുന്നു. എന്തിനാ മാറ്റിവെച്ചത്? എവിടെ എന്തായിരുന്നു അതിന്റെ ഇന്റൻഷൻ? ആ ഇന്റൻഷൻ വളരെ ഇന്ന് വ്യക്തമാകുന്നു. അന്ന് നമുക്ക് ഈ സംഭവം ജനങ്ങൾക്ക് അറിയുമായിരുന്നില്ല. ആ ഇന്റൻഷൻ ഇവിടെ വ്യക്തമാണ്. ഗ്രീൻ ചാനലിലൂടെ മന്ത്രി തന്നെ നേരിട്ട് കള്ളക്കച്ചവടത്തിനും കരിഞ്ചന്തയ്ക്കും കഞ്ചാവ് കച്ചവടത്തിനും സ്വർണ്ണക്കടത്തിനും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. നോക്കൂ, ഇന്ന് അദ്ദേഹം ഫേസ്ബുക്കിലിട്ട ഓരോ വാക്കുകളും അത് കവചമാണ് സുബീഷെ, അത് രക്ഷപ്പെടലിനുള്ള സാധ്യതയാണ് സുബീഷെ. എന്താണെന്നറിയാമോ? ഇനി ഏത് തരത്തിലും അന്വേഷണം കഴുത്തിൽ മുറുകുമെന്ന് കാണുമ്പോൾ ഇതിനൊന്നും ഭയപ്പെടുന്നുള്ള വ്യക്തിയല്ല എന്ന് പൊതുജനങ്ങളെ കാണിക്കാനുള്ള ഒരു കവചമാണിത്. ഖുറാനെ കവചമാക്കിയ പോലെ, ഈന്തപ്പഴത്തെ കവചമാക്കിയ പോലെ ഇപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ഒരു കവചമാക്കി കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഖുറാന്റെ കാര്യത്തിൽ ഇവർ വലിയ വീമ്പിളക്കുന്നുണ്ട്. എന്താണ് ഖുറാന്റെ കഥ? ആ കഥ ഒരു അമർ ചിത്ര കഥയല്ലല്ലോ. ആ കഥ ശ്രീ ജലീൽ പറഞ്ഞു തന്നെയല്ലേ. എന്താ കഥ? സിയാപ്റ്റിലേക്ക് കൊണ്ടുവരുന്ന 32 പാക്കറ്റ് അവിടെ എത്തുന്നു. കൗൺസിലേറ്റിന്റെ സീലുള്ള ഒരു സംഭവം, അത് മന്ത്രിയുടെ സ്പെഷ്യൽ പെർമിഷനോട് കൂടിയാണെന്ന് പറയുന്നു. അത് സിയാപ്റ്റിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ അത് പൊളിച്ചു നോക്കുന്നു. അതിൽ നിന്ന് ഈ ഖുറാൻ, അറബിന്റെ ഖുറാൻ കണ്ട സമയത്ത്, അറബിയിൽ എഴുതിയിട്ടുള്ള ഖുറാൻ കണ്ട സമയത്ത് അതിൽ 3 ഞങ്ങൾ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു. അവർക്കും കൊടുക്കുന്ന ഒരു സേവനം. അത് കഴിഞ്ഞ് അതൊക്കെ പെട്ടിയും പാക്കും മടക്കിക്കൊണ്ട് തിരിച്ചുപോയി. സുബീഷ് വിശ്വസിക്കണോ? കേരളം വിശ്വസിക്കണോ? സുബീഷിന്റെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നാൽ സുബീഷ് ഇല്ലെങ്കിൽ മറ്റൊരാൾ അത് പൊളിച്ചു നോക്കുവോ? സുബീഷിന് ഒരു പാർസൽ വന്ന് അത് പൊളിച്ചു നോക്കുവോ? ഈ ജനൻ ടിവിയിലേക്ക് സുബീഷ് ഒരു പാർസൽ വന്നു കഴിഞ്ഞാൽ സിയോന് വന്നതെങ്കിൽ സുബീഷ് ഓടി പോയിട്ട് അത് പിച്ച് പൊളിച്ച് അതിൽ 3 എനിക്ക് തരണമെന്ന് പറയുമോ? അപ്പൊ അതിനകത്ത് തട്ടിപ്പ് വളരെ വ്യക്തമാണ്. ഉല്ലാസ് ബാബുവിലേക്ക് ഞാൻ വരാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ അഡ്വക്കേറ്റ് ബലദേവ് എന്തെങ്കിലും മറുപടി നൽകാനുണ്ടോ? അല്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ എനിക്ക് ഒന്നുകൂടെ ആവർത്തിച്ച് പറയാനുള്ളത്. സ്വകാര്യ കമ്പനികളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കെ ഫോണിലേക്ക് പോയത്. എനിക്ക് ബഹുമാനപ്പെട്ട ഉല്ലാസ് വാക്കിലോട് പറയാനുള്ളത്,
നമ്മൾ ഏറ്റവും കൂടുതൽ പെട്രോളിയം വിദേശത്തുനിന്ന് ക്രൂഡ് പെട്രോളിയം ഇറക്കി നമ്മൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പെട്രോൾ കയറ്റി അയക്കുന്ന രാജ്യം ഇന്ത്യ. അമേരിക്ക, നേപ്പാള്, ഇസ്രായേൽ അങ്ങനെ 7ഓളം രാജ്യങ്ങൾക്ക് നമ്മൾ പെട്രോൾ കൊടുക്കുന്നു. നമ്മൾ കൊടുക്കുന്ന 43 രൂപയ്ക്കാണ് ആ പെട്രോളിന്റെ കഴിഞ്ഞ മാസം വരെയുള്ള ഗേറ്റ് പ്രൈസ് ഇപ്പോഴത്തെ എനിക്ക് അറിയുന്നു വിദേശത്തേക്ക് കൊടുക്കുന്നത്. ശ്രീ അഡ്വക്കേറ്റ് വിനോദ് വിളിപ്പുണ്ട്. UPA ഗവൺമെന്റ് സമയത്ത് ഈ ക്രൂഡ് പെട്രോളിയം കൂടുതലും ശുദ്ധീകരിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിലാണ്. പ്രോഫിറ്റിന്റെ 4% കോൺഗ്രസ് ഗവൺമെന്റ് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊടുക്കുന്നത് 8% മുതൽ 12% വരെയാണ്. അപ്പൊ അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് 1 രൂപ വില കുറച്ചാൽ ഏകദേശം അതിനകത്ത് നല്ലൊരു ശതമാനം, ഒരു 10 പൈസയിൽ കൂടുതൽ റിലയൻസ് ഇൻഡസ്ട്രീസ് മുകേഷ് അംബാനിക്ക് കുറയും. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നമ്മുടെ തൊട്ടടുത്തായ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ളതിനേക്കാൾ വില കൂട്ടി നമ്മൾ കൊടുക്കുന്നു. അത് സഹായിക്കുന്നത് ജനത്തിന് അറിഞ്ഞുകൂടാമെങ്കിലും ഒരുപക്ഷെ എന്തായാലും ഉല്ലാസ് വക്കീലിന് അറിയായിരിക്കും. അത് മുകേഷ് അംബാനി എന്ന കമ്പനി, കാര്യം 1 രൂപ പെട്രോളിന് വില കുറച്ചാൽ 10 പൈസയിൽ കൂടുതൽ മുകേഷ് അംബാനി കുറയും. കോടിക്കണക്കിന് രൂപയുടെ വരവാണ് വ്യത്യാസം ഉണ്ടാകും. കേരളത്തിലെ പെട്രോളിയം കമ്പനി ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ പെട്രോളിയം കമ്പനികളെക്കാൾ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. 2014 1 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള അവർക്ക് 4 ലക്ഷം കോടിയായിട്ട് 5 വർഷം കൊണ്ട് വളർന്നു. ഇന്ത്യയിലെ ഈ സമ്പദ് വ്യവസ്ഥ എവിടെ ചെന്നിരിക്കുന്നു? 4 വർഷം കൊണ്ട് അവർക്ക് 4 ലക്ഷത്തി ചില്ലാനും കോടി രൂപ. അത് ഷെയർ ഹോൾഡേഴ്സ് വരുമ്പോൾ ഇങ്ങനെയല്ല അതിന്റെ കണക്ക് വരുന്നത്. അവരുടെ അടിസ്ഥാന മൂലധനം എന്ന് പറയുന്നത് 4 ലക്ഷം കോടി രൂപയായിട്ട് വരും. അപ്പം ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് മാനേജ്മെന്റുകളെ സഹായിക്കുന്ന നടപടി കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അക്കൂട്ടത്തിൽ ഒന്നാണ് കെ4 നടപ്പിലാക്കിയാൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയ സേവനദാതാവ് എന്ന് പറയുന്നത് ജിയോ ആണ്. അവരെ പോലുള്ള കമ്പനികൾക്ക് കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപ നഷ്ടം ഉണ്ടാവും. അപ്പോൾ അത് പരിഹരിക്കേണ്ടത് ഒരു ബാധ്യത. നമുക്കറിയാം മറ്റ് പല വ്യവസായങ്ങളും കൊണ്ടുവരുമ്പോൾ അത് അട്ടിമറിക്കുക. എന്തിന് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം തന്നെ, വിഴിഞ്ഞം തുറമുഖം വരുന്നതിന് തന്നെ വിനോദത്തിന് നല്ലപോലെ അറിയാമല്ലോ. കേരളത്തിൽ വരുന്നതിനെതിരെ വളരെയധികം അട്ടിമറിയുണ്ട്. കാര്യം എന്താ? മൾട്ടിനാഷണൽ ഏറ്റവും എളുപ്പമായിട്ട് കപ്പലുകൾക്ക് പോകാൻ പറ്റുന്നതാണ് വിഴിഞ്ഞം തുറമുഖം, നാച്ചുറൽ തുറമുഖം. അത് വന്നാൽ തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള മറ്റുള്ളവർക്കും ഒക്കെ നഷ്ടം ഉണ്ടാകുന്നതുകൊണ്ട് എന്തെല്ലാം ശ്രമം നടന്നു വിനോദത്തിന് നല്ലപോലെ അറിയാം. ഇത് അട്ടിമറിക്കാൻ ശ്രമം നടന്നു. അപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന വികസനങ്ങളെ അട്ടിമറിക്കാൻ ഒരു വടക്കേ ഇന്ത്യൻ ലോബി ശ്രമിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്ന അഡ്വക്കേറ്റ് ബലദേവ്, കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഏത് പദ്ധതികളിലും ആ പദ്ധതിയിൽ സാമ്പത്തികമായ ക്രമക്കേട് ആരോപിക്കപ്പെട്ടാൽ അതിന് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ അന്വേഷണത്തിന് ശ്രമിച്ചാൽ അതെല്ലാം അട്ടിമറിക്കാൻ വേണ്ടിയാണ് എന്ന ആരോപണം വളരെ ബാലിശമല്ലേ? ഒരു കാലത്ത് കമ്പ്യൂട്ടറുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തതിനേക്കാൾ ബാലിശമല്ലേ അത്? അല്ല, അത് കാലഘട്ടത്തിന്റെ ഒരു മാറ്റം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്ത് അതൊക്കെ നമുക്കറിയാമല്ലോ. അതൊക്കെ നമ്മൾ മാറിപ്പോയി. ഇപ്പൊ അതെല്ലാം ലാപ്ടോപ്പായിട്ട് CPM നടക്കുന്നത് കാലഘട്ടത്തിന്റെ മാറ്റം ഞാനും അംഗീകരിക്കും. അവരുടെ എല്ലാ കാറിന്റെ അതിപ്പോ ലാപ്ടോപ്പ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തവരാ, യന്ത്രവൽക്കരണം എതിർത്തവരാണ്, കൊയ്ത്തിന് എതിർത്തവരാണ്. അതൊക്കെ ഉണ്ട്. അത് കാലഘട്ടത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി, അതായത് ഏറ്റവും കൂടുതൽ തൊഴിലാളികളാണ്. തൊഴിലാളി വർഗ പാർട്ടി ആകുമ്പോൾ അവരുടെ തൊഴിൽ നഷ്ടം. അല്ല, ഇവിടെയും അങ്ങനെയാണ്. സാമ്പത്തിക ക്രമക്കേട് ഒരു പദ്ധതിയിൽ ആരോപിക്കപ്പെടുമ്പോൾ മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്ന ഒരു നിലപാട് സ്വീകരിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്രകാരം ഇതെല്ലാം ഇപ്പോൾ ലൈഫ് മിഷനിൽ അന്വേഷണം ആരംഭിച്ചപ്പോഴും നിങ്ങൾ പറഞ്ഞു ഇത് അട്ടിമറിക്കാൻ വേണ്ടിയാണ് എന്ന്. എന്തിനാണ് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത്? എനിക്കൊന്നും സംസാരിക്കാൻ അവസരം എനിക്ക് എന്നെ കൂടെ പ്രചാരകരെ പറയും. പിന്നെ ഖുറാനൊക്കെ ഇറക്കുമതി എന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടുപേരും ശ്രീ അഡ്വക്കേറ്റ് വിനോദ് പറഞ്ഞു, അഡ്വക്കേറ്റ് ഉല്ലാസം പറഞ്ഞു. ഈ ഖുറാനും ഈന്തപ്പഴവും നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ സ്വർണ്ണം എന്തോ ആയിരുന്നു, ഇതെല്ലാം ഇതുവഴിയാ വന്നേ. ഇതാരെങ്കിലും ഇവിടുന്ന് പിണറായി വിജയനോ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനോ ഇവിടുന്ന് ഒരു ബസ് ഓടിച്ച് ദുബായി പോയി വാങ്ങിച്ചിട്ട് വന്നതാണോ? ഇതെല്ലാം അവിടുത്തെ ഗവൺമെന്റ് അറിയേ, UAE കോൺസുലേറ്റ് അറിയേ, എയർപോർട്ട് വഴി ഇന്ത്യയുടെ വിമാനത്തിൽ അല്ലെങ്കിൽ ദുബായിയുടെ വിമാനത്തിലോ ആ വിമാനത്തിൽ തിരുവനന്തപുരത്തോ കസ്റ്റംസ് എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. ഇതാരാ പരിശോധിക്കേണ്ടത്? ഇത് കസ്റ്റംസ് അല്ലേ പരിശോധിക്കേണ്ടത്? ഒന്നത്. രണ്ടാമതായിട്ട് കസ്റ്റംസ് പരിശോധിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സാധനങ്ങൾ ഡിപ്ലോമാറ്റിക് കോൺസുലേറ്റ് ആ ബാഗ് വരികയാണെങ്കിൽ അത് മാത്രമാണ്. അവിടെയാണ് നമ്മൾ തീപിടുത്തത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, അതിലേക്ക് ഞാൻ വരാം. പ്രോട്ടോകോൾ ഓഫീസിൽ അറിയിക്കേണ്ടത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്, അല്ലെങ്കിൽ കസ്റ്റംസ് അല്ല കോൺസുലിൽ നിന്നാണ്. കോൺസുലേറ്റിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കേരള ഗവൺമെന്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഏത് കോൺസുലേറ്റും ആയിക്കോട്ടെ, നിരവധി കോൺസുലേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ UAE കോൺസുലേറ്റിൽ നിന്ന് പ്രോട്ടോകോൾ ഓഫീസിൽ അറിയിക്കണം എന്നാണ് ചട്ടം. ഇങ്ങനെ പറഞ്ഞുള്ള സാധനങ്ങൾ അറിയിച്ചേട്ടത്തിന് രേഖകളുണ്ടോ? പിന്നെ സ്വർണം കള്ളക്കടത്ത് വരുന്ന സാധനം ആരെങ്കിലും വിളിച്ച് പ്രോട്ടോകോൾ ഓഫീസിൽ അറിയിക്കൂ. ആ പ്രോട്ടോകോൾ ഓഫീസിൽ രേഖകൾ കത്തിയെങ്കിൽ എങ്ങനെ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല.
സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് പ്രോട്ടോകോൾ ഓഫീസർ രേഖ വരുന്നത് എങ്ങനെ 22 പ്രാവശ്യം സ്വർണ്ണം കള്ളക്കടത്തി എന്ന് സ്വപ്ന പറയുന്നത് ശിവശങ്കരെ കൂട്ടുമെന്ന് ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെ കള്ളക്കടത്ത് സ്വർണം വരുമ്പോൾ എനിക്ക് ഞാൻ പറയട്ടെ, കള്ളക്കടത്ത് സ്വർണം വരുമ്പോൾ കൺസുലേറ്റിൽ നിന്ന് പ്രോട്ടോകോൾ ഓഫീസിൽ അറിയിക്കുവോ? ഒരിക്കലും അറിയിക്കത്തില്ല. അല്ല, ഏതെങ്കിലും വസ്തുവിന്റെ മറവിലാണ് കള്ളക്കടത്ത് നടത്തുന്നതെങ്കിൽ ആ വസ്തു വരുന്ന വിവരം എന്തായാലും പ്രോട്ടോകോൾ ഓഫീസറെ അറിയിക്കണമല്ലോ. അറിയിക്കണം, അതാണ് നിയമം. അല്ല, അതാണ് ഇവിടെയും സംശയം. ഇപ്പോൾ വിശുദ്ധ മതഗ്രന്ഥത്തിന്റെ മറവിൽ വന്നത് സ്വർണമാണോ, ഈന്തപ്പഴത്തിന്റെ മറവിൽ വന്നത് സ്വർണമാണോ? അപ്പോൾ ആ വരവ് പ്രോട്ടോകോൾ ഓഫീസർ അറിയണം. ബിനോസനും കൃത്യമായിട്ട് അതിന്റെ വെയിറ്റ് സൈതൂടെ പറഞ്ഞല്ലോ, അന്വേഷിക്കട്ടെ, ഇതിനകത്ത് കുറവുണ്ടെങ്കിൽ അന്വേഷിക്കാം. പിന്നെ ഒരു കാര്യം എനിക്ക് അതിനകത്ത് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇവിടെ ഇ.ഡി ചോദ്യം ചെയ്യുന്നു. ഇവിടെ ഇ.ഡി കേരളത്തിലെ UDF-ന്റെ 3 MLA-മാരെ ഒരേ സമയം ചോദ്യം ചെയ്യും. 130 കോടി രൂപ തട്ടിപ്പ് കേസിലെ MC കമറുദ്ദീൻ MLA, അതിന് എല്ലാവരും പറയുന്നത് എന്താ? രാഷ്ട്രീയ പ്രേരിതം, ഈ കേസുകൾ മറയ്ക്കാൻ. KM ഷാജി 3000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് 5000 സ്ക്വയർ ഫീറ്റ് വീട് വെച്ച് കോടിക്കണക്കിന് രൂപ എന്നിട്ട് പറഞ്ഞ എന്താ? എനിക്ക് 6 കോടി രൂപ 50 സെന്റ് വസ്തുവിനകത്ത് ഇഞ്ചി കച്ചവടത്തിൽ കിട്ടുന്ന KM ഷാജി പറഞ്ഞു. അത് പറയുന്നത് എന്താ? ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതം. പാലാരിവട്ടം പാലം 2 വർഷം കഴിഞ്ഞപ്പോൾ ഇടിഞ്ഞു വീണു. അത് VK ഇബ്രാഹിം കുട്ടി കയറി ഇടി ചോദ്യം ചെയ്യുന്നു. അതും എന്താ പറയുന്നത്? രാഷ്ട്രീയ പ്രേരിതം. അപ്പൊ UDF-നെതിരെ വരുന്ന കേസുകൾ അപ്പോൾ UDF എന്താണോ പറയുന്നത്, UDF അവർക്കെതിരായ അല്ലെങ്കിൽ അവരുടെ MLA-മാർക്കെതിരായ അന്വേഷണം വരുമ്പോൾ കേവലം രാഷ്ട്രീയമായ സ്റ്റേറ്റ്മെന്റുകളിൽ അഭയം പ്രാപിക്കുന്നു, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാരോപിക്കുന്നു. അതേ സ്റ്റേറ്റ്മെന്റ് നിങ്ങളും കടമെടുക്കുന്നു എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കുന്നത്? ഞങ്ങൾ പറയുന്നില്ലല്ലോ, ഞങ്ങളല്ലേ അന്വേഷണ ഏജൻസി വിളിച്ചു വരുത്തിയത്. പിന്നെ തീപിടുത്തത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയാം, തീപിടുത്തത്തെ കുറിച്ച് പറഞ്ഞു. ആ രേഖകൾ അവർ പുറത്തു വിട്ടത്, യഥാർത്ഥത്തിൽ അവർ റിപ്പോർട്ട് വിട്ടത് ഇന്ന് രാവിലെ 9:24 അവർ കറക്റ്റായിട്ട് റിപ്പോർട്ട്. പക്ഷെ ഇന്നലെ മുതലേ പത്രങ്ങളിലെല്ലാം വന്നു. അതിനകത്ത് 1-ാം പാരയിൽ അവർ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു, there are no evidence to establish a ഷോർട്ട് സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എവിഡൻസ് ഉണ്ട്. പക്ഷെ അത് തന്നെ അവർ പറയുന്നുണ്ട്, the melted parts and the motor of the burned fan were examined as the cause of the fire was not found. There are plans to conduct a detailed forensic test again. The sample will be sent to Kochi or Bangalore. അവർ തന്നെ പറയുന്നുണ്ട്, ഈ സാമ്പിളുകൾ കൊച്ചിയിലോ ബാംഗ്ലൂരിലോ അയക്കണം. ഞങ്ങൾക്ക് ഇതുവരെ കൺക്ലൂഷനിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് അല്ല, എങ്ങനെ തീ പിടിച്ചു എന്ന് ഇന്ന് വരെ ഈ പറയുന്ന ഫോറൻസിക്കിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ പോലീസ് അതിന് ശ്രമിക്കുന്നു. അവിടെയാണ് വൈരുദ്ധ്യം. അവര് പറഞ്ഞ എന്താ? അല്ലാതെ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് അല്ല, മറ്റെന്തോ കാരണമാണ്. അത് അന്വേഷിക്കാൻ കൂടുതൽ അന്വേഷണം വേണ്ടി വരും. കൊച്ചിയിലെ അതാണ് അവിടെ റിപ്പോർട്ടിന്റെ 3-ാമത്തെ പാരായണമായി. അതിലേക്ക് വരാം. അതിനു മുമ്പ് താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബുവിനെ ഇടപെട്ട് പൂർത്തീകരിക്കാനുണ്ട്. നേരത്തെ സാങ്കേതികമായ ഒരു തകരാർ സംഭവിച്ച കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത്. ഇതിനിടയിൽ അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുകയുണ്ടായി. TS ഉല്ലാസ് ബാബു, ഇടപെടാം. ഒന്നുമില്ല സുബീഷ്, ഇതിനകത്ത് ബൽദേവ് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ചർച്ച വഴിതെറ്റിച്ചു കൊണ്ടുപോകാനുള്ള ബൽദേവിന്റെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് മറ്റുള്ള കാര്യങ്ങളിൽ. നമ്മുടെ വാദം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ഏതെല്ലാം പുതിയ കാര്യങ്ങളോ ഏതൊക്കെ ജനസേവനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളോ കൊണ്ടുവരൂ ബൽദേവ്, ഇരുകൈയും നീട്ടി സ്വീകരിക്കാം, കൈയടിക്കാം. പക്ഷേ അതിന്റെ മറവിൽ എല്ലാ തരത്തിലുള്ള കള്ളത്തരങ്ങളും കാശിന്റെ അടിച്ചുമാറ്റലുകളും ഉണ്ടാവുമ്പോൾ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും. അത് നിങ്ങളുടെ ഏജൻസികൾ അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏജൻസികളെ കൊണ്ട് കള്ളത്തരം കാണിക്കുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രി. അപ്പൊ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ടി വരികയാണ്. ആ അന്വേഷിക്കുന്ന സമയത്ത് മടിയിൽ കനമില്ലാത്ത ആളുകൾക്ക് മടിയിലേക്ക് കനം ഓട്ടോമാറ്റിക്കലി വരുന്നു എന്ന് പൊതുജനം മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരോട് കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല, അവരോട് രാഷ്ട്രീയപരമായി നേരിടുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് ഭയമില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ സമരം പ്രഖ്യാപിച്ചത്? KM ഷാജി ഇഞ്ചി കൃഷിയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ത് കൃഷിയാണുള്ളത്? വാഴ കൃഷിയുടെ കാര്യത്തിലല്ലോ അദ്ദേഹത്തിന് ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അദ്ദേഹം വാഴ കൃഷി നടത്തിയിട്ട് 2 കൊലയിൽ 3 പഴം കുറഞ്ഞതിന്റെ പേരിലല്ല കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ ഇടപാട് എന്തായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. 2 K ഫോൺ ആയിക്കോട്ടെ, ഏത് ഫോൺ ആയിക്കോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നല്ലതാണെങ്കിൽ അംഗീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാ. പക്ഷെ അതിന്റെ പിന്നിൽ കട്ടുമുടിച്ച് ജനങ്ങളെ പറ്റിച്ചു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ ആളുകൾ തയ്യാറാകും. അതിന് അന്വേഷണ ഏജൻസികൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടി വരും. നിങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് മറുപടി കൊടുക്കേണ്ടി വരും. അതിനവരെ തടഞ്ഞതുകൊണ്ടോ ഒരു കുട്ടിയെ മുന്നിൽ നിർത്തി കവചം വെച്ചതുകൊണ്ടോ അന്വേഷണ ഏജൻസികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ബാലാവകാശ കമ്മീഷൻ കൈ ഉയർത്തിക്കൊണ്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചത് കൊണ്ടോ ഒന്നും കാര്യമായില്ല. അതിനകത്ത് നിങ്ങൾ ജനങ്ങളോട് മറുപടി പറയണം. അതിനകത്ത് നിങ്ങൾ അന്വേഷണ ഏജൻസികളോട് മറുപടി പറയണം. നിങ്ങളുടെ മടിയിൽ കനമില്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് പോരാമല്ലോ.
പിന്നെ ജലീലിന്റെ ഒരു വിഷയം പറഞ്ഞ സമയത്ത് ഈന്തപ്പഴത്തിന്റെ കാര്യം എന്തിനാ സുബീഷെ വഖഫ് ബോർഡ് ഉള്ളത്? വഖഫ് ബോർഡ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആളുകളല്ലേ? ഈന്തപ്പഴം വിതരണം ചെയ്തു എന്ന് പറഞ്ഞു. റേഷൻ കിറ്റുകളിലെ പുഴുവരിച്ച പപ്പടവും പുഴുവരിച്ച അരിയും പുഴുവരിച്ച ശർക്കരയും കൊടുത്ത ഇവർ പാവപ്പെട്ടവർക്ക് അന്നമില്ലാത്ത സമയത്ത് അങ്ങ് വിദേശ രാജ്യത്ത് നിന്ന് ഈന്തപ്പഴം കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയായിരുന്നു കെ.ടി. ജലീൽ. ആ വിതരണത്തിന്റെ ഉള്ളിലെ പൊളിറ്റിക്സ് എല്ലാവർക്കും അറിയാം. അതിന്റെ പിന്നെ കള്ളത്തരവും എല്ലാവർക്കും അറിയാം. കോമൺ സെൻസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം അറിയുന്ന എല്ലാവർക്കും അറിയാം. ജലീൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിനകത്ത് പങ്കുണ്ട്. ഈന്തപ്പഴം എവിടേക്കാ കൊടുത്ത ബൽദേവേ? ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്കൊരു പാൽപായസം കൊടുത്താൽ പോലും ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ആളെന്താ ഇടാഞ്ഞത്? ഈന്തപ്പഴം വിതരണം ചെയ്തിട്ടില്ല അല്ലേ? എടപ്പാള് ഭാഗത്തുള്ള ഒരു ട്രസ്റ്റിനകത്തേക്ക് പോയിട്ടുണ്ടല്ലോ ഈ ഖുറാന്റെ പെട്ടികൾ. ആ പെട്ടികൾ പോയ സമയത്ത് ആ സ്കൂളിനകത്തുള്ള എല്ലാ കൺസൾട്ടൻസിയും എടുത്തിട്ടുള്ളത് ബാംഗ്ലൂരിലുള്ള ഒരു കമ്പനിക്കാണല്ലോ. ആ കമ്പനിയിൽ അങ്ങയുടെ നേതാവിന്റെ ഒരു മകൾക്ക് പങ്കാളിത്തം ഉണ്ടല്ലോ. എന്താ അതിന് മറുപടി പറയത്തെ ജലീലെ? അല്ല ബൽദേവേ, ജലീൽ എന്ന് പറയുന്ന വ്യക്തി ഒരു സംശയവും വേണ്ട, മന്ത്രി എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ നടത്തിയ കള്ളത്തരങ്ങളൊക്കെ മുഴുവൻ ചോദ്യം ചെയ്യണം. പിന്നെ ബൽദേവ് പറഞ്ഞു ഇതൊക്കെ പ്രോട്ടോകോൾ ഓഫീസിൽ പറയോ? അതന്നെയാണ് ബൽദേവെ ഞങ്ങൾ പറയുന്നത്. പ്രോട്ടോകോൾ ഓഫീസറും UAE കൗൺസിലേറ്റിൽ ഉണ്ടായിരുന്ന വ്യക്തിയും നേരത്തെ പറഞ്ഞ ഈ മന്ത്രി സഹോദരനും തമ്മിലുള്ള അവിഹിത അച്ചുതണ്ട്, ആ അച്ചുതണ്ടിലൂടെ കോടാനുകോടി രൂപ കേരളത്തെ പറ്റിച്ചു, ചതിച്ചു. അത് ചോദ്യം ചെയ്തപ്പോ നിങ്ങൾക്ക് കേന്ദ്ര ഏജൻസിയോട് വെറുപ്പ്, വിദ്വേഷം. അത് കാര്യമില്ല. ഈ കേന്ദ്ര ഏജൻസി വന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ടായില്ല. നിങ്ങൾ സത്യം തുറന്ന് പറയേണ്ടി വരും. അത് എടപ്പാളിലേക്ക് പോയ ഖുറാനെ കുറിച്ചും പറയേണ്ടി വരും, ഈന്തപ്പഴ വിതരണത്തെ കുറിച്ചും പറയേണ്ടി വരും. ഈ ആദ്യം പറഞ്ഞു റംസാൻ കിറ്റ് ആണെന്ന്, ഇപ്പോൾ പറഞ്ഞത് കൾച്ചറൽ എക്സ്ചേഞ്ച് ആണെന്ന്. എന്ത് കൾച്ചറൽ എക്സ്ചേഞ്ചാ സുബീഷേ? സുബീഷ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈന്തപ്പഴം വിതരണവുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അനുപമ IAS വളരെ വ്യക്തമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ടല്ലോ. ശിവശങ്കരൻ പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു എന്ന് ബൈ വേർഡ് അദ്ദേഹം ഓർഡർ ഇട്ടു, അങ്ങ് വിതരണം ചെയ്തു. അതിനകത്തൊക്കെ പൊരുത്തക്കേടുകളുണ്ട്. അതിനകത്ത് കെ.ടി. ജലീലിന്റെ ഇന്റൻഷൻ വളരെ വ്യക്തമാണ്. അതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് ഒരു ഇടപെടലുകളും കേന്ദ്ര ഏജൻസികൾ നടത്തിയിട്ടില്ല. ഇവർക്ക് കേന്ദ്ര ഏജൻസിയെ ഭയവും പേടിയും ഉള്ളതുകൊണ്ട് അവർക്ക് നേരെ ആഞ്ഞെടുക്കുകയാണ്. ആ കൊടുങ്കാറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അത് ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ അത് നടക്കില്ല ബൽദേവേ. കാരണം അത് കെ.ടി. ജലീലിന്റെ അക്രമത്തിലേക്ക് വരും. പ്രിവിലേജ്ഡ് മിനിസ്റ്റർ ആണല്ലോ കെ.ടി. ജലീൽ. നോക്കും, ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് ഇവരുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ ഇമ്മീഡിയറ്റ് പുറത്താക്കാൻ കാണിച്ച രാഷ്ട്രീയ പാരമ്പര്യം നിങ്ങളുടെ ഈ 4.5 വർഷമായിട്ടുള്ള സർക്കാരിന് എന്തുകൊണ്ടാണ് ഈ കെ.ടി. ജലീലിന്റെ വിഷയത്തിൽ എടുക്കാൻ സാധിക്കാത്തത്? അത് മതമൗലികവാദങ്ങളെ സമീപിക്കുന്നതിന്റെ ഭാഗമല്ലേ? മത തീവ്രവാദങ്ങൾക്കോട് കാണിക്കുന്ന സോഫ്റ്റ് സമീപനമല്ലേ നിങ്ങളുടെ CPM സർക്കാരിന്റെ? ആ സമീപനമാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. CPMന്റെ അണികൾ പോലും ചോദ്യം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങളെടുത്ത തിടുക്കം ഈ പ്രിവിലേജ്ഡ് മന്ത്രിയുടെ കാര്യത്തിൽ എടുക്കാത്ത എന്തുകൊണ്ടാണ്? ആ രാഷ്ട്രീയതരമായിട്ടുള്ള തീരുമാനത്തിന്റെ ചേതോവികാരം എന്താണ് അതിന് പുറകിലുള്ളത്? അത് മതമൗലികവാദികൾ അംഗീകരിക്കുന്നതാണ്. കള്ളക്കടത്തിനെ മൂടി വെക്കാനാണ്. രാഷ്ട്രീയപരമായ പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും. ആ മറുപടിയിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടുമ്പോഴാണ്, ആ കള്ളത്തരത്തിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടുമ്പോഴാണ് കേന്ദ്ര ഏജൻസികൾ നിങ്ങളുടെ മന്ത്രിമാരെ വിളിച്ചങ്ങ് ED ഓഫീസിലേക്കും കസ്റ്റംസ് ഓഫീസിലേക്ക് പോകേണ്ടി വരുന്നത്, അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുന്നത്, അവിടെ മറുപടി കൊടുക്കേണ്ടി വരുന്നത്. കേരളത്തിന്റെ ഈ നാടിനെ സംരക്ഷിക്കേണ്ട ഒരു മന്ത്രിയാണ് പോയി കള്ളത്തരത്തിന്റെ സകലവിധ കാര്യങ്ങളും സംസാരിക്കാൻ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. എന്നെ വിളിച്ചോ? ബൽദേവിനെ വിളിച്ചോ? ഇന്നോസെന്റിനെ വിളിച്ചോ? സുബീഷിനെ വിളിച്ചോ? എന്താ ജലീലിനെ വിളിച്ചത്? ജലീലിന് അതിന് കൈയുണ്ട്, അതിൽ പങ്കുണ്ട്. അത് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മളോട് കുറ്റം പറഞ്ഞിട്ടോ കേന്ദ്ര ഏജൻസിയോട് കൊഞ്ഞനും കുത്തിയിട്ടോ കാര്യമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരും. അത് ബൽദേവിന് ന്യായീകരിക്കാൻ പറ്റില്ല. ബൽദേവ് നല്ല മനുഷ്യനാണ്, കള്ളത്തരത്തിനെ ന്യായീകരിക്കില്ല. പക്ഷെ ഗതികേട് കൊണ്ടാണ് അംഗീകരിക്കുന്നത് ബൽദേവ്. പക്ഷേ അങ്ങയുടെ സർക്കാർ താനി വട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ്. അത് പുറത്തു വരുമെന്നുള്ള സംശയമില്ല.